പിന്നെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, അതായത് NLP വരുന്ന 3 ടെക്നിക്സ് ആണ്. ടോക്കണൈസേഷൻ, ലെമനൈസേഷൻ ആൻഡ് സ്റ്റോപ്പ് വേർഡ്സ്. ഇതിൽ ടോക്കണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെന്റൻസ് കിട്ടുകയാണ്, അല്ല ആ സെന്റൻസിനെ ഓരോ ടോക്കൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രോസസ് ചെയ്യാം. ദാറ്റ് ഇൻവോൾവ്സ് ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് റോ ടെക്സ്റ്റ് ഇൻ ടു സ്മോളർ മീനിങ്ഫുൾ യൂണിറ്റ്സ് കോൾഡ് ടോക്കൺസ്. അതായത് ഒരു സെന്റൻസിനെ ഇപ്പം ഓരോ വേർഡായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ടോക്കൺസ് ആയിട്ട് മാറ്റി വെക്കും. ഈ ടോക്കൺസ് സെന്റൻസ് ആവാം, ക്യാരക്ടർ ആവാം, സബ്വേർഡ്സ് ആവാം, അതിന്റെ എന്താണോ കോണ്ടെക്സ്റ്റ് അതിനെ വെച്ചിട്ടായിരിക്കും ഈ ടോക്കൺസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ ടോക്കണൈസേഷൻ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഷ്യൻസിന് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടോക്കണൈസേഷൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ വാട്ട് ആർ ദ റെസ്റ്റോറൻറ്റ്സ് നിയർ ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് കൊടുക്കുകയാണെങ്കിൽ അതിലെ ഫസ്റ്റ് എന്ന് പറയുന്ന വാട്ട് എന്ന് പറയുന്ന സാധനം, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ ഓരോ സാധനത്തിനും ഓരോ ബ്ലോക്ക് ആയിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെക്കും. ഈ ടോക്കണൈസേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് 4 എണ്ണം ഉണ്ട്. ഒന്ന് വേർഡ് ലെവൽ ടോക്കണൈസേഷൻ, അതായത് ടെക്സ്റ്റിനെ കറക്റ്റ് വൈറ്റ് സ്പേസ് വെച്ചിട്ടോ അല്ലെങ്കിൽ പഞ്ച്വേഷൻസോ മാർക്സോ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് വേർഡ് ലെവൽ ടോക്കണൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോ വേർഡ്സിനെയും ഓരോ സ്പേസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഓരോ പഞ്ച്വേഷൻസ്, കോമ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. പിന്നെ അല്ലേ സെന്റൻസ് ടോക്കണൈസേഷൻ ആണ്. സെന്റൻസ് ടോക്കണൈസേഷൻ എന്ന് പാരഗ്രാഫ്, വലിയ പാരഗ്രാഫിനെ ഓരോ സെന്റൻസ് ആയിട്ട് ടോക്കൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ സബ്വേർഡ് ടോക്കണൈസേഷൻ ആണ്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ടെക്നിക്സ് ആണ് ടോക്കണൈസേഷൻ തന്നെ. പിന്നെ ക്യാരക്ടർ ലെവൽ ടോക്കണൈസേഷൻ ആണ്. അത് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ആണ് ടോക്കണൈസേഷൻ ചെയ്യുക. അതായത് ഹാർഡ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത ലാംഗ്വേജസ് ഉണ്ടല്ലോ, ഇപ്പോൾ ജാപ്പനീസ്, കൊറിയൻ, അങ്ങനത്തെ ടൈപ്പ് ലാംഗ്വേജസിനെ ഓരോ ക്യാരക്ടർ ലെവലായിട്ടാണ് ടോക്കണൈസേഷൻ ചെയ്യുന്നത്. ഈ ടോക്കണൈസേഷന്റെ മെയിൻ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചാറ്റ് ബോട്ട്സിൽ, സെർച്ച് എൻജിൻസിൽ, സ്പാം ഡിറ്റക്ഷൻ, അതേപോലെ വോയിസ് ഡിറ്റക്ഷൻ, വോയിസ് അസിസ്റ്റന്റ്, ഇങ്ങനെയുള്ള ഓരോ ആപ്ലിക്കേഷൻസിലാണ് മെയിൻ ആയിട്ട് ടോക്കണൈസേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ലെമറ്റൈസേഷൻ ആണ്. അതായത് നമ്മുടെ ടെക്സ്റ്റ് നോർമലൈസേഷൻ ടെക്നിക്കാണ്. അതായത് ഓരോ വേർഡ്സിനെ ഓരോ ലെമ എന്ന് പറഞ്ഞിട്ടില്ലേ ഡിക്ഷണറി ഫോമിലേക്കാക്കി മാറ്റുകയാണ് ചെയ്യുക. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സഫിക്സ് റിമൂവൽ ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയാ റണ്ണിങ്, റാന്, റൺസ്, അങ്ങനെയുള്ള എല്ലാ സാധനത്തിനും ബേസ് ആയിട്ട് വരുന്നത് റൺ എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. അപ്പം അങ്ങനെയല്ലേ ആ സെന്റൻസുകളിൽ ഈ റണ്ണിങ്, റാന്, റൺസ് അങ്ങനെയുള്ള സാധനത്തിനൊക്കെ ബേസിക് ഡിക്ഷണറി ഫോമിലേക്ക് ആക്കിയിട്ട് റൺ എന്ന് പറഞ്ഞ ഒരു ഒറ്റ സാധനമായിട്ട് കൺവേർട്ട് ചെയ്യുക. ആ ഒരു സംഭവത്തിനാണ് ലെമനൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ പ്രോസസ്സിൽ ടിപ്പിക്കലി ഇൻവോൾവ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് സ്പീച്ച്, അതായത് ടാഗിങ്, എന്താണ് അതിൻ്റെ ഗ്രാമാറ്റിക്കൽ മീനിങ് എന്നുള്ള സാധനം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കും. പിന്നെ ഡിക്ഷണറി ലുക്കപ്പ്, അതായത് അപ്രോക്സിമേറ്റ് ആയിട്ട് അതിൻ്റെ ബേസ് ആയിട്ട് എന്താ വരുന്നതില്ല. ഇപ്പോൾ റണ്ണിങ് ആണെങ്കിൽ റൺ എന്ന് പറഞ്ഞാൽ അതെന്നാണല്ലോ ബേസ് ആയിട്ട് വരിക, ആ ഒരു സാധനമാണ്. പിന്നെ കോണ്ടെക്സ്റ്റ് അനാലിസിസ് ആണ്. അതായത് ഇപ്പം കണ്ടു, എന്താണ് കോണ്ടെക്സ്റ്റ് എന്നുള്ള ഒരു രീതിയിൽ കണ്ടുപിടിക്കണം എന്നുള്ളത്. അതേപോലെ വാച്ചിങ്, അങ്ങനെ എന്തായാലും ആ എന്ന് പറഞ്ഞിട്ടിന്റെ മീനിങ് ആണല്ലോ വരിക. ആ കണ്ടക്സ്റ്റ് ആയിട്ടിന്റെ സാധനമാണ് അനാലിസ് ചെയ്ത് വരുന്നത്. ഇതിന്റെ ഇപ്പോൾ യൂസ് എന്ന് പറയുന്നത് ആക്യുറസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ ഒരേപോലത്തെ വേർഡ്സ് ആണെങ്കിൽ തന്നെ എല്ലാത്തിനും ഒരേ സാധനം ഇതാക്കുകയാണെങ്കിൽ തന്നെ അതിന് മോർ ആക്യുറേറ്റ് ആയിട്ടായിരിക്കും സാധനം വരിക. അതുവേണ്ടി പിന്നെ ഡാറ്റ റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ബെറ്റർ സെമാറ്റിക് അണ്ടർസ്റ്റാൻഡ്മെന്റ്, അതായത് മോഡൽസിന് അതിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിക്ഷണറി കമ്പൈലൻസ് ആണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡിക്ഷണറിയിൽ ഉള്ള ഒരു ടൈപ്പ് വേർഡ് ആയിട്ടായിരിക്കും അതിനെ മാറ്റി. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റോപ്പ് വേർഡ്സ് ആണ്. അതായത് കോമൺലി ഒക്കേറിംഗ് ആയിട്ടുള്ള വേർഡ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് ഇസ്, ഇന്ന് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ലാതെ കുറേ ഉണ്ടാവും. അങ്ങനെയല്ല കോമൺലി ഒക്കറിംഗ് വേർഡ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോപ്പ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്. സ്റ്റോപ്പ് വേർഡ്സിന്റെ യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ ഇത് എന്ന് പറയുന്നത് തന്നെ കമ്പ്യൂട്ടേഷണൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു സെന്റൻസിന്റെ അകത്ത് തന്നെ ഒരു 4, 5, 6 ഇസ്, ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓരോ ടോക്കൺസ് ആയിട്ടും പിന്നെ അത് ഓരോ ടൈം പ്രോസസ് ചെയ്യണമല്ലോ. അപ്പം ഈ സ്റ്റോപ്പ് വേർഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനത്തെ സാധനം റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് എപ്പോഴും സ്റ്റോറേജും റിക്വയർമെന്റ്സ് എല്ലാതും റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും, കമ്പ്യൂട്ടേഷണൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതേപോലെ നോയ്സ് റിഡക്ഷൻ ആണ്. അതായത് ഒരു മീനിങ്ങും ഇല്ലാത്ത വേർഡ്സ് ഉണ്ടാവും, ഒരു സെന്റൻസിന്റെ അകത്ത് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോക്കസ് എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതായത് സിമാറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സ്, ടാസ്കിന്റെ ഒക്കെ ആക്യുറൻസിയും പെർഫോമൻസും കൂട്ടാൻ പറ്റും. ഇത് ആവശ്യമില്ലാത്ത സാധനം പ്രോസസ് ചെയ്യാണ്ട് മെയിൻ സാധനങ്ങൾ മാത്രം പ്രോസസ് ചെയ്യുമ്പോൾ. പിന്നെ
ഈ സ്റ്റോപ്പ് വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ എപ്പോൾ യൂസ് ചെയ്യണം എപ്പോൾ യൂസ് ചെയ്യണ്ട എന്നുള്ള ടൈപ്പ് സാധനങ്ങളുണ്ട്. എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷനും സെന്റിമെന്റ് അനാലിസിസ് ഉള്ള ടൈമിലൊക്കെ ഒന്നും ഈ സ്റ്റോപ്പ് വേർഡ്സിന്റെ ആവശ്യമില്ല. അപ്പം ആ ടൈമിലൊക്കെ ഇതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ ടോപ്പിക് മോഡലിങ്ങും ക്ലസ്റ്ററിങ്, കീവേഡ്സ് എക്സ്ട്രാക്ഷൻ അങ്ങനത്തെ ടൈപ്പിന്റെ സ്ഥലത്തൊക്കെ ഈ സാധനത്തിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും.